ഇസ്രയേലിൽ ഇറാൻ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്ന നഗരങ്ങൾ ഏതൊക്കെയെന്ന് ഏറെക്കുറെ വ്യക്തമാകുമ്പോൾ അവിടെ നിന്നും ജനങ്ങളെ എങ്ങനെയും ഒഴിപ്പിക്കുക, പരമാവധി മരണനിരക്ക് കുറയ്ക്കുക, വലിയ രീതിയിൽ നാണക്കേടായിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിലെ ടെൽ അവീവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളുമൊക്കെ കത്തിച്ചാമ്പലാവുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ ഇസ്രായേൽ ഇങ്ങനെയൊന്നും വിചാരിച്ച് കാണില്ല. ഗസയിൽ എങ്ങനെയാണോ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്, അന്ന് ഗസയിൽ മനുഷ്യത്വരഹിതമായ നടപടിക്രമങ്ങൾ നടത്തി മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേൽ നടത്തിയ കൊലവിളി ഉണ്ടായിരുന്നു. അതിന് സമാനമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് മറുപടി എന്ന രീതിയിൽ നടത്തുന്നത്. പലരും ചോദിക്കുന്നത് ഇറാൻ ഗാസയുടെ കണക്ക് കൂടി ചോദിക്കുകയാണോ എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ പറയുന്ന തങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ ആരുടെയും സഹായം വേണ്ട, ഒറ്റയ്ക്ക് ജയിക്കാൻ തങ്ങൾക്ക് കഴിയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നെതന്യാഹു നിലപാടുകൾ മാറ്റുന്ന സാഹചര്യമാണ് കണ്ടത്. ആദ്യമൊക്കെ പറഞ്ഞത് അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് വേണം, അത് കൂടിയേ തീരൂ എന്ന് പറഞ്ഞ അതേ നെതന്യാഹു ഇപ്പോൾ മലക്കം മറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇസ്രായേലിൻ്റെ ഈ ആക്രമണ പദ്ധതി US-നെ അറിയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിൻ്റെ രഹസ്യ വിങ്ങുകളെല്ലാം തകർത്തിരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, ടെൽ അവീവിലും ഹൈഫയിലും ഒക്കെ ഉണ്ടായ നാശനഷ്ടത്തിന് അത് വലിയ കണക്കിലേക്ക്, അതായത് ഭീമൻ തുകയാണ് നഷ്ടമാകുന്നത്. അയൺ ഡോമുകളെല്ലാം ചിന്നിച്ചിതറി. ഇസ്രായേൽ വിചാരിച്ചത് ഒരിക്കലും അയൺ ഡോമുകളൊന്നും തകർക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഇറാന്റെ പ്രത്യാക്രമണ പരമ്പരയിൽ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളൊക്കെ നിഷ്പ്രയാസം തകർത്തുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് അയത്തുള്ള അൽ ഖമനി നേതൃത്വം നൽകുന്ന ഇറാൻ നടത്തുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അതായത് ഞങ്ങൾ ആരുടെ മുമ്പിലും കീഴടങ്ങാൻ പോകുന്നില്ല, ഞങ്ങൾ ഈ പോരാട്ടം അത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തീരുമാനമാണ്, അതിൽ നിന്ന് ഞങ്ങളെ ആർക്കും പിന്തിരിപ്പിക്കാനും കഴിയില്ല, ഞങ്ങൾക്കെതിരെ യുദ്ധവിളിയുമായി വരുന്ന ഏത് രാജ്യവും സൂക്ഷിച്ചോളാനുള്ള ഒരു താക്കീത് തന്നെയാണ് ഖമനി നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ നിലപാടിൽ പറഞ്ഞിരിക്കുന്നത് ഇറാനും കൃത്യമായി അവർക്ക് അവകാശവാദമുണ്ട്, അവരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക. അതേസമയം US പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ പങ്കുചേരാനാണ് ശ്രമമെങ്കിൽ മറ്റ് വഴികൾ നോക്കേണ്ടി വരും. ഇറാനിൽ റഷ്യയുടെ യുദ്ധസന്നാഹം ഒരുപക്ഷെ വലിയ തോതിലുള്ള സൈനിക സഹായങ്ങൾ നൽകാൻ പുടിന് തീരുമാനിക്കാൻ അധികം സമയം വേണ്ട. പുടിൻ ആ ഒരു ആലോചനയിലാണ്. കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം US-ന്റെ കടന്നാക്രമണം, US-ന്റെ കടന്നുകയറ്റം, അവരുടെ വെല്ലുവിളി അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് റഷ്യ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ സൈനികരെ വേണമെങ്കിൽ വിന്യസിപ്പിക്കാൻ തയ്യാറാണ് എന്ന ഒരു ഉറപ്പ് കൂടി പുടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു.